നബിയോട് ഒരാൾ ഒരു ദിനം സംസാരമാ അസറാണ് സമയം വഹയും മിൻ സമാ നബിയെ ഇയാൾക്ക് ഇനി സമയവും ഒരു സഅതാ ആ സഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ഒരനിയായി അസറിന്റെ സമയത്ത് നിലകൊണ്ട് കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ ചാരത്ത് നിലകൊള്ളുമ്പോൾ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറന്നിറങ്ങുകയാണ്. നബി തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് നബി തങ്ങളോട് പറയുകയാണ്, നബിയെ തങ്ങളോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ഈ സഹോദരനില്ലയോ, 1 മണിക്കൂർ സമയം മാത്രമാണ് ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആത്മാവ് ശേഷിക്കുക. അക്ഷരാർത്ഥത്തിൽ നബി തങ്ങൾ ഞെട്ടിത്തെരിക്കുകയാണ്. കാരണം തന്നോട് കുശലാന്വേഷണം നടത്തിക്കൊണ്ട് വളരെ സൗമ്യത്തോടുകൂടി വർത്തമാനം പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നതായ ചെറുപ്പക്കാരൻ 1 മണിക്കൂർ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ റൂഹ് വേർപെടുത്തുമെന്നുള്ള സത്യമാക്കപ്പെട്ട വർത്തമാനവുമായിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ടുള്ളത്. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന പ്രവാചകരോട് ജിബ്രീൽ അലൈഹിസ്സലാം മൊഴിയുകയാണ്, നബിയെ തങ്ങൾ അദ്ദേഹത്തോട് പറയൽ തങ്ങളുടെ മേൽ ബാധ്യതയാണ്. നബി തങ്ങൾ അദ്ദേഹത്തിന്റെ തോളിലേക്ക് കൈയിടുമ്പോ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരസ്പർശം കിട്ടിയപ്പോ എന്തെന്നില്ലാത്ത ആനന്ദത്താൽ നബി തങ്ങളുടെ തോളിലേക്ക് ചാഞ്ഞതാകുന്ന ചെറുപ്പക്കാരന്റെ കാതിൽ നബി തങ്ങൾ ഇട്ടുകൊടുക്കുന്നു. മരണത്തിന്റെ വിളിയാളമാണ്. എന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞതാണ്, നിങ്ങളെ കുറിച്ചുള്ളതാകുന്ന വർത്തമാനമാണ്. അല്പം മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്, അല്ലാഹുവിങ്കൽ നിന്നുള്ള അറിയപ്പാട് 1 മണിക്കൂർ സമയം കഴിയുമ്പോ നിങ്ങളുടെ ശരീരത്തിന്റെ സിരകളിലൂടെ ഊട്ടപ്പെട്ടിരിക്കുന്ന ആത്മാവിനെ കൊണ്ടുപോകാൻ അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരുമേ. ഇത് റസൂലുള്ളാഹി അദ്ദേഹത്തിന്റെ കാതിലിട്ട് കൊടുക്കുമ്പോ ആ പ്രിയപ്പെട്ട അനുയായി നബി തങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് വിറയ്ക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് വിറയ്ക്കുന്നതാകുന്ന അനുയായി ഒരു വേള ധൈര്യം സംഭരിച്ചുകൊണ്ട് പ്രവാചകരോട് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ജീവിതത്തിൽ വിജയത്തിന്റെ കൊടി പാറിക്കാൻ, വിജയത്തിന് നിദാനമാകാൻ ഞാൻ എന്ത് ചെയ്യണം റസൂലേ? 1 മണിക്കൂർ സമയം മാത്രമാണ് എനിക്ക് ബാക്കിയുള്ളത്. എന്ത് ചെയ്താലാണ് രക്ഷപ്പെടുക എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാര് കാതുകൊടുത്തുകൊണ്ട് കേൾക്കണേ. പ്രവാചകന്റെ മറുപടി, അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ടാലിംഗനം ചെയ്ത് ചുടുചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട ലോകത്ത് ഒരേ ഒരു നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരനോട് താമസം വിനാ പറഞ്ഞു കൊടുക്കുകയാണ്, അറിവ് തേടണേ, അറിവുമായി നീ ബന്ധപ്പെടണേ എന്ന് ഹബീബ് മുഹമ്മദ്